ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം നിങ്ങളോട് സംസാരിക്കാൻ വരും. അപ്പോൾ ഇന്ന് ഞാനിത്തിരി സന്തോഷമുള്ള ദിവസമാണ്, കുറച്ച് സമാധാനം കിട്ടിയൊരു ദിവസമാണ്. അപ്പം ഇതിനു മുമ്പ് സമാധാനം ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ദൈവം സഹായിച്ച് സമാധാനം ഉണ്ടായിരുന്നു. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വയ്യായിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വയ്യായിക എന്ന് വെച്ചാൽ സ്ലിപ്പ് ഡിസ്ക് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എനിക്ക് ബ്രീതിങ് പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഭയങ്കര സങ്കടമായിപ്പോയി കഴിഞ്ഞ സൺഡേ. നമ്മുടെ സിംബക്കുട്ടി, എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, അവന് ആ 6th ഫ്ലോറിൽ നിന്ന് വീണ് പരിക്ക് പറ്റി. അപ്പം ഞാൻ അതിൻ്റെ പിന്നിലായിരുന്നു, കുറച്ച് സങ്കടമൊക്കെ വന്നു. പക്ഷേ ഇന്ന് അവന് കുഴപ്പമൊന്നുമില്ല എന്ന്, മീൻസ് അവനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ ഒരു ഡോക്ടറിൻ്റെ അടുത്തുനിന്നൊരു ഇതൊക്കെ വന്നപ്പോൾ ഒരു സമാധാനം കിട്ടി. അപ്പം 6th ഫ്ലോറിൽ നിന്ന് അവൻ വീഴാതിരിക്കാനൊക്കെയുള്ള എന്താ പറയുക, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അത്ര എന്താ പറയുക പേടിയുണ്ടായിരുന്നില്ല അവൻ വീഴുമെന്ന്. കാരണം അവനെ സൂക്ഷിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. അവൻ 5.5 വയസ്സുണ്ട്. കഴിഞ്ഞ 5.5 വർഷമായിട്ട് അവൻ സ്വല്പം മാത്രം 6th ഫ്ലോറിൽ നിന്ന് 5th ഫ്ലോറിലെ ഷീറ്റ് അടിച്ചിരിക്കുന്ന അങ്ങോട്ടേക്ക് ഒന്ന് ചാടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് അവൻ എക്സ്പേർട്ടായിട്ട് തിരിച്ച് ചാടി കയറി വരുന്നവനാണ്. അപ്പോൾ അവൻ എന്നും അങ്ങനെ 6th ഫ്ലോറിൽ നിന്ന് 5th ഫ്ലോറിലോട്ട് ചാടും, പിന്നെ തിരിച്ച് 5th നിന്ന് 6th ചാടും. അപ്പോൾ അത് അവന് നല്ല പരിചയമുള്ളതായതുകൊണ്ടും ഞങ്ങൾ ഇവൻ്റെ നഖമൊന്നും വെട്ടി അവൻ്റെ ഗ്രിപ്പൊന്നും കളയാതെ ഇങ്ങനെ നല്ല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഐ വാസ് വെരി പ്രൗഡ്. എൻ്റെ പൂച്ച ഭയങ്കര സ്മാർട്ടാണ്. അവന് നിങ്ങൾക്കറിയാമല്ലോ, സിംബ ഒരു റെസ്ക്യൂഡ് ക്യാറ്റാണ്. ഞാൻ അവനെ എൻ്റെ സെക്കൻഡ് ബേബി പോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം ഭയങ്കര സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉള്ളിലൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നഖമൊന്നും വെട്ടാറില്ല, എല്ലാവരും ഭയങ്കര ഉപദേശിക്കും, ഞങ്ങൾ നഖമൊന്നും വെട്ടാറില്ല, അവന് നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം എന്താ പറയുക, ബാഡ് ലക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ബാൽക്കണിയിലൊരു വാഷിംഗ് മെഷീൻ്റെ ഇപ്പുറത്തെ തുണി കിടപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവൻ്റെ നഖം അതിൽ ഉടക്കിയിട്ട് അതവൻ കളയാൻ വേണ്ടി നോക്കിയപ്പം അവനങ്ങ് വീണ് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രി 10:30 ആയപ്പോൾ പൂച്ച 6th ഫ്ലോറിൽ നിന്ന് നേരെ താഴേക്ക് വീണു. മെയിൻലി അവൻ്റെ ജോ ലൈനിലൊക്കെ പരിക്ക് പറ്റി. ഭാഗ്യത്തിന് അവൻ്റെ